ഹായ് ഡിയർ, വെൽക്കം ബാക്ക്. ഇന്നും ഞാനൊരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് പൈനാപ്പിൾ കൊണ്ട് പച്ചടി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റും ആണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്ക് വേണ്ട, ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ മതിയാവും. 1 കപ്പ് അരിഞ്ഞെടുത്തിട്ടുള്ള പൈനാപ്പിളാണ് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തോല് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലുള്ള ഭാഗം ഒന്ന് കത്തി കൊണ്ട് എടുത്ത് കളയാം. നാടൻ പൈനാപ്പിൾ ആകുമ്പോൾ കുറച്ച് കൂടുതൽ കാണും. അപ്പോൾ ഇതുപോലെ കത്തി കൊണ്ട് എടുത്ത് കളയാൻ എളുപ്പമാണ്. പീലറിൻ്റെ തുമ്പ് കൊണ്ട് എടുത്ത് കളയാൻ എളുപ്പമാണ്. ഇതിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പച്ചടിക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് കാണാനും ഭംഗി. അധികം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കരുത്. 1 കപ്പ് അരിഞ്ഞെടുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി. വെള്ളം കൂടി പോകരുത്. പൈനാപ്പിൾ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മതി. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടി പോകരുത്. വെന്ത് കഴിയുമ്പോൾ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇലയിൽ വിളമ്പാനുള്ളതായതുകൊണ്ട് വെള്ളം കൂടിപ്പോയാൽ ഒലിച്ചു പോവും. വെന്തതിന് ശേഷം അധികമുള്ള വെള്ളം മാറ്റിയാൽ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് വെള്ളത്തിലും കാണും. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റും അത്രയ്ക്ക് കുറഞ്ഞു പോവും. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 7 മിനിറ്റ് മതിയാവും. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ തേങ്ങ അളന്നെടുത്താൽ മതി. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം മാക്സിമം കുറച്ചൊഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിയേ ബാക്കിയുള്ളൂ. ഇത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. തീ കുറച്ചിടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അധികം തിളപ്പിക്കാൻ പാടില്ല. തിള വരുമ്പോൾ നമുക്ക് നിർത്താം. ചട്നിക്കൊക്കെ നമ്മൾ തിളപ്പിക്കില്ലല്ലോ, അതുപോലെ തന്നെയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള തൈരിൽ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് നേരം അരിപ്പയിൽ തൈര് ഒഴിച്ചു വെച്ചിരുന്നാൽ മതി. വെള്ളം വാർന്നു പോയിക്കോളും. 1 സ്പൂൺ കൊണ്ട് തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടച്ചെടുക്കുക. എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചതച്ച കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ കടുക് കൂടി ചേർത്തിട്ട് അരയ്ക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അരയ്ക്കുമ്പോൾ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇടികല്ലിലിട്ടിട്ടോ അമ്മിക്കല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ റോളർ കൊണ്ടൊന്ന് ചെറുതായിട്ട് അമർത്തിയാൽ മതി. കടുക് പെട്ടെന്ന് പൊട്ടി വരും. ഈ ചതച്ച കടുക് ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിളമ്പാൻ നേരത്ത് മിക്സ് ചെയ്യണതിനേക്കാളും നേരത്തെ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.